അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യേ ആമേ കർത്താവ് അയക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ആമേ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതൊരു ചോദ്യമായിട്ടാണ് അബ്രഹാമിനോട് സാറയോടും ചോദിക്കുന്നത്. സ്തോത്രം. എന്നെക്കൊണ്ട് കഴിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടോ അബ്രഹാമേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിലാണ് അവിടെ ദൂതനുമായിട്ട് ഒരു സംസാരം അതിനകത്ത് വെളിപ്പെടുകയാണ്. അബ്രഹാമിൻ്റെ വീട്ടിൽ സോദോമിൽ ദൂതന്മാർ കയറി വന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ദൂതന്മാർ, ആ കയറി വന്ന ദൂതന്മാർ അവിടെ അബ്രഹാമിൻ്റെ ഭവനത്തിൽ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. നോക്കിക്കേ, അബ്രഹാമിൻ്റെ വീട്ടിൽ കടന്നു വന്ന ദൂതന്മാർ സ്തോത്രം സ്തോത്രം പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ കർത്താവ് അയക്കുന്നുണ്ടല്ലോ. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ആമേൻ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ചിന്തയ്ക്കായി ധ്യാനിപ്പാൻ ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? അമ്മേ, നമ്മൾ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അബ്രഹാമിൻ്റെ കൂടാരത്തിൽ സ്തോത്രം കടന്നു വന്ന ദൂതന്മാർ സ്തോത്രം അവർ മടങ്ങുന്നതിന് മുൻപ് ഒരു ദൂത് അവിടെ പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അവരോട് നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന് കൂടാരത്തിൽ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതുക്കൽ ആമേൻ സ്തോത്രം കൂടാരവാതുക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് ചെന്നും വൃദ്ധന്മാരും ആയിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നു പോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. ആമേൻ സ്തോത്രം. നോക്കിക്കേ, ഈ ചിരിയാണ് ദൂതന്മാർ കൂടാരത്തിൽ അബ്രഹാമിൻ്റെ ഭവനത്തിൽ സ്തോത്രം. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ആ ഭാഗം അബ്രഹാമിനെ പ്രൈസ് ദി ലോർഡ് വിളിച്ച് ഇറക്കിയ നിമിഷം മുതൽ അബ്രഹാമിൻ്റെ കൂടെ ദൂതന്മാരുണ്ടായിരുന്നു. സ്തോത്രം. ഞാനിങ്ങനെയാണ് ആ ഭാഗം ആമേൻ ചിന്തിക്കുന്നത്. സ്തോത്രം. അബ്രഹാമിനെ എപ്പോഴാണോ ദൈവം തൻ്റെ കൂടാരത്ത് നിന്ന് വിളിച്ചിറക്കിയത്, ആ സമയം മുതൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൂതന്മാർ കൂടെ ഉണ്ടായിരുന്നു. ഓരോ ഘട്ടത്തിലും ദൈവവൈതലെ കർത്താവ് നമ്മെ വിളിച്ച് ഇറക്കുന്ന സമയം മുതൽ ദൂതൻ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൂതൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന, നമ്മുടെ വിഷയങ്ങളെ ഏറ്റെടുക്കുന്ന ആമേൻ സ്തോത്രം, നമ്മുടെ കാര്യാദികൾ നല്ലവണ്ണം അറിയുന്ന ദൂതന്മാർ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ആമേൻ. ജന്മം തന്ന പിതാവിനോ ആമേൻ സ്തോത്രം മാതാവിനോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഭാര്യയ്ക്കോ മക്കൾക്കോ അറിയാത്ത പലതും ദൂതന്മാർക്കറിയാം. നിന്റെ വിഷമങ്ങളും വേദനകളും നിന്റെ ഭാരങ്ങളും ആമേൻ പ്രൈസ് ദി ലോർഡ് നല്ലവണ്ണം മനസ്സിലാക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് പ്രഭാതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നോക്കിക്കേ, 14-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും
എന്ന് അരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. സ്തോത്രം. അപ്പൊ ദൂതനും സാറയും തമ്മിൽ സംസാരിക്കുക. ആമേൻ. ഇന്ന് പകലിൽ ദൂതനുമായി സംസാരിപ്പാൻ താല്പര്യപ്പെടുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ദൂതന്റെ കൂടെ സഞ്ചരിക്കാൻ താല്പര്യമുള്ള എത്ര പേരിന്ന് പകൽക്കാലമുണ്ട്? ആമേൻ. സ്തോത്രം. എത്ര ആമേൻ അഭിഷക്തന്മാർ ഇന്ന് പകൽക്കാലം ദൈവവുമായി സംസാരിപ്പാൻ. ആമേൻ. ഇന്ന് ദൈവവുമായി സംസാരിക്കാൻ സമയമില്ല. ഇന്ന് ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫേസ്ബുക്ക് വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ സംസാരിക്കാൻ സഹോദരിമാർ ഭയങ്കര ത്രില്ല. ആമേൻ. ഒരു ഉടുപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടനെ സോഷ്യൽ മീഡിയയിൽ പോയി പറയും. സ്തോത്രം. ഉടുപ്പിട്ട് കൊള്ളാമോ? സ്തോത്രം. നല്ല കറി വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പോയി ചോദിക്കും, കൊള്ളാമോ? ആമേൻ. മീൻ കട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ അറിയിക്കും. എല്ലാം ലോകത്തിൽ അറിയിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിന്റെ ആവശ്യങ്ങൾ അറിയാനും നിന്റെ ആവശ്യങ്ങൾ ആമേൻ നടപ്പിലാക്കി തരാനും ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും അത് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല എന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് നോക്കൂ, ദൈവത്തിന്റെ പ്രവൃത്തി അതിശക്തമായി ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കൂടാരത്തിൽ ഇറങ്ങി വരണമെങ്കിൽ വിശ്വസിക്കണം, യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? ഇല്ല. ഉറപ്പായിട്ടും അബ്രഹാമിന് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതാ. പക്ഷേ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ, അബ്രഹാമിന്റെ രക്തത്തിൽ നിന്ന് തന്നെ, സാറയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ആമേൻ കുഞ്ഞ് പുറപ്പെടണം. അത് ദൈവത്തിൻ്റെ ആമേൻ ഒരു പദ്ധതിയാണ്. സ്തോത്രം. മനുഷ്യൻ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന അതേ സ്ഥലത്തു നിന്ന് നോക്കൂ, മനുഷ്യൻ വൈദ്യശാസ്ത്രം പറയുന്നു, വ്യക്തികൾ പറയുന്നു, ചാർച്ചക്കാർ പറയുന്നു, സ്നേഹിതന്മാർ പറയുന്നു, കൂടെ പഠിച്ചവർ പറയുന്നു, ജന്മം തന്ന അപ്പനും അമ്മയും അവരുടെ ആൾക്കാർ പറയുന്നു, ഇത് നടക്കത്തില്ല. കാരണം ഒരു സ്ത്രീക്ക് ആമേൻ ശരീരത്തിൽ എന്തൊക്കെ ഒരു കുഞ്ഞുണ്ടാകുവാൻ എന്തൊക്കെ ആമേൻ കാര്യാദികൾ ശരീരത്തിൽ വേണമോ അതൊന്നും ശരീരത്തിനില്ല. സ്തോത്രം. ആമേൻ. ശരീരം വളരെ ക്ഷീണതയാണ്. ആമേൻ. അത്രയും പ്രായമായി നിൽക്കുക. ആമേൻ. സ്തോത്രം. ആമേൻ. 90 വയസ്സ് ആയി നിൽക്കുന്ന ഈ സാറയുടെ ആമേൻ. സ്തോത്രം. ഇനി ഒരു പ്രതീക്ഷയുമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വാഴ്ത്തത്വം ചെയ്തത് ഒരു പാസ്റ്റർ അല്ല, വാഴ്ത്തത്വം ചെയ്തത് ഒരു പ്രവാചകനല്ല, വാഴ്ത്തത്വം പറഞ്ഞത് ലോകത്തിലെ വൈദ്യന്മാരല്ല. ആമേൻ. വാഴ്ത്തത്വം പറഞ്ഞത് വിളിച്ചിറക്കിയ ദൈവമാണ്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? വാഴ്ത്തത്വം പറഞ്ഞത് വിളിച്ചിറക്കിയവനാണെങ്കിൽ, വിളിച്ചിറക്കിയവൻ വാഴ്ത്തത്വം പറഞ്ഞെങ്കിൽ അതിനെ നിവർത്തിപ്പാൻ ഇന്ന് പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ആമേൻ. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി ആമേൻ മമ്മറയുടെ തോപ്പിൽ പരിശുദ്ധാത്മാവ് ദൂതന്മാരെ ആമേൻ ഇറക്കിയെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി കുടുംബങ്ങളിൽ വെളിപ്പെടേണ്ട പ്രഭാതം ഇന്ന് പകൽക്കാലമാണ്. പ്രാർത്ഥിക്കൂ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കൂ. ഇവിടെ വായിച്ചതിങ്ങനെയാണ്, ആമേൻ. സ്തോത്രം. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യവുമില്ല. കർത്താവിന് കൊണ്ട് കഴിയാത്ത ഒരു കാര്യവും ഈ ഭൂമിയിലില്ല എന്ന് ആമേൻ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ആമേൻ ദൈവനാമത്തെ ഉയർത്തുവാൻ ആമേൻ തയ്യാറായിക്കോളൂ. യോബിൻ്റെ പുസ്തകം 42:2 ആമേൻ പ്രൈസ് നമ്മൾ വായിക്കുമ്പോഴും, യിരെമ്യാവിൻ്റെ പുസ്തകം 32:17 ആമേൻ സംഖ്യാപുസ്തകം ആമേൻ സ്തോത്രം 8-ാമത്തെ അധ്യായവും, സെക്രിയാവിൻ്റെ പുസ്തകം 8:6, മത്തായി 19:26, ലൂക്ക 1:37, ഉൽപ്പത്തി 18:10 ആമേൻ ചേർത്ത് പഠിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആമേൻ തലമുറകൾ ഇരട്ടിയായി ഇയ്യോബിന് മടക്കി കൊടുത്തെങ്കിൽ ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആലോചന
കൈമാറുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കിത്തരാൻ എൻ്റെ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, നിന്റെ കൂടെയുണ്ട്. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ആമേൻ. ഇയ്യോബിനറിയാം, ആമേൻ, ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാതെ ആമേൻ മാറിപ്പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ആമേൻ അതിൻ്റെ സമയം വരുമ്പോൾ സഹായങ്ങളെല്ലാം പിൻവലിക്കുന്നത് പോലെ അല്ല ഇത് കേവലം ഒരു മനുഷ്യനല്ല, നിന്റെ ദൈവം ഇന്ന് പകലിൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ പോകുകയാ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. കൃപയുടെ മറവിൽ മറയ്ക്കണം, അത്ഭുതം ചെയ്യണം. ജനത്തെ ദൈവം അനുഗ്രഹിക്കണം. രാജ്യങ്ങളുടെ മേൽ, പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അയക്കണമേ. അടിയനോട് സംസാരിച്ചല്ലോ, പിന്നെ ഈ കർത്താവ് ബലപ്പെടുത്തും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.